പക്ഷേ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇങ്ങനെ അതിൻ്റെ സംസാരങ്ങളിലേക്ക് പോവുകയാണ്. ഇനി യുദ്ധം വേണ്ട എന്നുള്ള ഏകദേശം 60 ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് ഗാസയിൽ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവുന്നു. പലസ്തീൻ പറയുന്ന ഏകദേശം 57,000 പേരാണ് ഇതുവരെ മരിച്ചത് എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഒരു ആക്രമണമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ആ കാറൊക്കെ നിൽക്കുന്ന കാർ ഇങ്ങനെ ആകാശത്തേക്ക് പോയി പൊട്ടിത്തെറിച്ചൊക്കെ പോകുന്ന വളരെ ഭയാനകമായ കാഴ്ച. ഇത് ഈ യുദ്ധം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണോ ഇസ്രായേൽ? അല്ല, തന്ത്രമല്ല. സത്യത്തിൽ ഇതിൻ്റെ രഹസ്യവും പരസ്യവും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ആര് പറഞ്ഞാലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിനിർത്താൻ പറഞ്ഞത് അമേരിക്കയാണ്. അതിന് മുമ്പ് UN പറഞ്ഞു. ഖത്തർ കേന്ദ്രീകരിച്ച് അറബ് ലോകത്തെ അറബ് സംഘടനകളും അറബ് രാജ്യങ്ങളൊക്കെ ചേർന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും ഓക്കെ എന്ന് ഇസ്രായേൽ പറയും. പക്ഷേ ഇസ്രായേലിന് നിർത്താനാവില്ല. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സമാധാനക്കേട്. അത് അവസാനിപ്പിക്കാനുള്ള അന്തിമ യുദ്ധത്തിലാണ് അവർ. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് അതിന്. ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ 1948 ഫലസ്തീൻ വിഭജിച്ച് 2 രാജ്യങ്ങളാക്കി. 48 സത്യത്തിൽ അതിൻ്റെ ഫോർമുല ഉണ്ടാകുന്നത് 20-ലാണ്. അവിടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് കീഴടക്കി ഫലസ്തീനെ. തുർക്കിയെ കീഴടക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ, ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അപ്പോൾ ഫലസ്തീൻ ഇവർ കൈയടക്കി. ആര്? ബ്രിട്ടൻ വെച്ചൊരു ഫോർമുലയാണ്. സത്യത്തിൽ അത് വളരെ വളരെ ടാക്റ്റിക്കലായൊരു ഫോർമുലയാണ്. ബ്രിട്ടൻ പറഞ്ഞത് 3 സെമിറ്റിക് രാജ്യങ്ങളുടെ വൈകാരിക ഭൂമിയാണ് ഫലസ്തീൻ. ഒന്ന് ജൂതമതം, 2 ക്രിസ്ത്യാനിറ്റി, 3 ഇസ്ലാം. 3 കൂട്ടർക്കും പ്രിയപ്പെട്ട നാടാണ് ഫലസ്തീൻ. നമ്മളങ്ങനെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞുകൂടാ, ഏതെങ്കിലും വംശത്തിൻ്റെ എന്ന് പറഞ്ഞുകൂടാ, ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞുകൂടാ. 3 മതങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരുടെ ആരുടെ ഒന്നാമത്തെ സെമിറ്റിക് മതമായ ജൂതന്മാരുടെ പ്രവാചകൻ മൂസാ നബിയാണ്. മോസസിൻ്റെ നാടാണ്, മോസസ് പിറന്ന നാടാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മക്ക എന്തുമാത്രം പ്രധാനമാണ്. പ്രവാചകൻ്റെ നാടാണ്, പ്രവാചകൻ പിറന്ന നാടാണ്. അതേ ബഹുമാനവും അതേ ആദരവും ജൂതന്മാർക്ക് ഇസ്രായേലിനോട് പലസ്തീനോടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ മതം ഏതാണ്? രണ്ടാമത്തെ സെമിറ്റിക് മതം ക്രിസ്ത്യാനിറ്റിയാണ്. യേശു പിറന്നത് അവിടെയാണ്, ജെറൂസലേമിൽ. അവർക്കും പ്രിയപ്പെട്ട നാടാണ്. മൂന്നാമത്തേത് ഇസ്ലാം മതമാണ്. ഇസ്ലാം മതത്തിന് നേരിട്ട് പ്രവാചകൻ പിറന്ന അവിടെയല്ല, തൊട്ടടുത്താണെങ്കിൽ പോലും പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായ ഒരു ചരിത്രമുള്ളത്, ഒരു അനുഭവമുള്ളത് പ്രവാചകനാണ്. ഈ സെമിറ്റിക് മതങ്ങളുടെ ചരിത്രത്തിൽ ഒരാൾ ആദ്യമായി ആകാശയാത്രയ്ക്ക് പോകുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് ആകാശം മുഴുവൻ സഞ്ചരിച്ച്, ആകാശലോകങ്ങൾ സഞ്ചരിച്ച് സ്വർഗം കണ്ടു, നരകം കണ്ടു, ദൈവത്തെ കണ്ടു, തിരിച്ചു ദൈവവുമായി സംസാരിച്ചു, തിരിച്ചു വന്നു എന്നാണ് വിശ്വാസം. ആ യാത്ര പുറപ്പെടുന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ആ യാത്ര പുറപ്പെടുന്നത് മക്കയിൽ നിന്നല്ല. മക്കയിൽ നിന്നൊരു രാത്രിയിലെ പ്രാർത്ഥന, ഇശാ നമസ്കാരം എന്ന് പറയുന്ന ഞങ്ങളുടെ അവസാനത്തെ രാത്രി ഏറ്റവും പകലിൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവുക. ഈ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം പുറപ്പെടുകയാണ്. ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖയുടെ കൂടെ പുറപ്പെടുകയാണ്. മാലാഖയുടെ ചിറകിലാണ് എന്ന് പറയുന്നുണ്ട്. മാലാഖ കൊണ്ടുവന്ന ബുറാക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ പുറത്താണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മിത്തുകളാണ്, വിശ്വാസമാണ്. നമുക്കതിനൊന്നും ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെ വിശ്വാസം ആരുടെയെങ്കിലും നൂറുകണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ലോകത്തിലാർക്കൊരു ഉപദ്രവമില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല. ഒരു വിശ്വാസം അന്ധമായി തീരുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസം കൊണ്ട് ഭൂമിയിൽ ആർക്കെങ്കിലും ദോഷം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും. അപ്പോൾ ഇതാണ് വിശ്വാസം. അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ടത് നേരെ വരുന്നത് ഫലസ്തീനിലാണ്. അവിടുത്തെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ട്, ജെറൂസലേമിൻ്റെ പള്ളി. ആ പള്ളിയിലാണ് ഇദ്ദേഹം വന്നിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രവാചക പരമ്പരയെ ബഹുമാനിക്കുകയാണ്. മോസസിൻ്റെ നാടാണല്ലോ. പ്രവാചക പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ അബ്രഹാം ആ പരമ്പരയിലെ ഒരു പ്രവാചകൻ. അതുകൊണ്ട് ഈ തൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രാർത്ഥന നടത്തിയിട്ടാണ് പോകുന്നത്. എവിടെ? ജെറൂസലേം പള്ളിയിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിനും അത് പ്രിയപ്പെട്ട സ്ഥലമാണ്. ദൈവത്തെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം കാണാൻ വന്നത് ഫലസ്തീനെയാണ്, ജെറൂസലേമിനെയാണ്. അപ്പോൾ 3 മതങ്ങൾക്കും ഇത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അന്ന് 1920 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ രാജ്യം ഏറ്റെടുത്തപ്പോൾ അവരൊരു മധ്യസ്ഥന്മാരായി. 3 മതങ്ങൾക്കും വേണമെങ്കിൽ ഫലസ്തീൻ ക്ലെയിം ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട.
ബ്രിട്ടൻ. അതിനൊരു കാരണം കൂടിയുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് ഫലസ്തീനോട് വേണമെങ്കിൽ വൈകാരികമായി അവരുടെ സ്വന്തം പ്രവാചകൻ്റെ നാടാണെന്ന് അവകാശപ്പെടാം. എന്നാൽ ആ പ്രവാചകനെ തന്നെ കൊന്നതും അവിടെ നിന്നാണ്. ജൂതന്മാരാണ് യേശുവിനെ കൊന്നതെന്നാണല്ലോ വിശ്വാസം. അതാണല്ലോ ക്രിസ്ത്യാനിറ്റിയും ജൂതായുസവും തമ്മിലുള്ള തർക്കം. ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള തർക്കം അതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകനെ കൊന്ന, യേശുദേവനെ കൊന്ന നാട് ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട. അവർ അന്ന് വിശദീകരിച്ചതാണ് ഞാൻ പറയണത്. അപ്പോൾ 20-ലാണിത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥന്മാരായി നിൽക്കാം. ഞങ്ങളുടെ കയ്യിലാണല്ലോ നാട്, നിങ്ങൾ രണ്ടു കൂട്ടരും വീതിച്ചെടുത്തോ. ലോകത്തെങ്ങുമുള്ള ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് ഈ ജോർഡാൻ നദിയുടെ കിഴക്ക് പാർപ്പിച്ചോ. അതിനെ ഇസ്രായേൽ എന്ന നാടാക്കിക്കോ, ദൈവരാജ്യം, ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പുറത്ത് മുസ്ലിങ്ങൾക്കും ഈ അറബ് വംശത്തിനും ഇത് പ്രിയപ്പെട്ടതാണല്ലോ, അവിടുത്തെ ആദിമ നിവാസികളും. അപ്പോൾ അവരെ ഈ നദിയുടെ അപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങനെ ഫോർമുല 20-ലുണ്ടാക്കിയത്, 1920 എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം, ഫലസ്തീൻ ഇഷ്യൂ തുടങ്ങിയിട്ട് 105 കൊല്ലമായി എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. 1920 നിന്ന് 2025 നമ്മൾ നിൽക്കുന്നത്. എത്ര പഴക്കമുണ്ട്, ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു ഉത്തരം കിട്ടി. അത്രയും വേരുകളുണ്ട്, ആഴത്തിൽ വേരുകളുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവിൽ എന്താ സംഭവിച്ചത്? അതങ്ങനെ വന്നു തുടങ്ങി. ലോകമെങ്ങുമുള്ള ജൂതന്മാർ പതുക്കെ പതുക്കെ വന്ന് ഇസ്രായേലിൽ കുടിയേറി. അറബ് ലോകത്തേക്ക് പലപ്പോഴായിട്ട് പോയവരൊക്കെ തിരിച്ച് ഫലസ്തീനിലും വന്നു. അങ്ങനെ 2 നാടുണ്ടായി. ഇനി ഉണ്ടാവേണ്ടത് 2 ഭരണകൂടങ്ങളാണ്. ഒരു ദേശം, ആ ദേശത്ത് 2 തരം വംശങ്ങൾ കുടിയേറിപ്പാർത്തു തുടങ്ങി. ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ 46-47 കാലത്താണ് ഈ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നത്. അവർ തമ്മിൽ സംഘർഷവും തുടങ്ങി. ഒരു പുഴ അങ്ങോട്ട് കടന്നാൽ പ്രശ്നമായി. വംശീയതയാണ്. ഈ സെമിറ്റിക് മതങ്ങളുടെയൊക്കെ ഉള്ളിൽ ഓർക്കേണ്ട ഒരു കാര്യം, സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള വൈരമുണ്ട്. അപ്പോൾ ഞാനും തമ്മിൽ വ്യക്തിപരമായ വിരോധമല്ല, മതങ്ങൾ വംശീയമായ വിരോധം ഇതിൻ്റെ ഉള്ളിലുണ്ട്, ആശയപരമായിട്ടുണ്ട്. ജൂതനെ കണ്ടാൽ കൊല്ലണം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ഇസ്ലാം എന്നോട് ശത്രുത ജൂതൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി വഴി എന്താണ്? സമാധാനപൂർവ്വ ആ രാജ്യം നിലനിൽക്കണമെങ്കിൽ അതിന് 2 രാഷ്ട്രങ്ങളുണ്ടാവണം. അതിൻ്റെ ഫോർമുലയാണ് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയത്. 48-ലെ ഫോർമുല, UN ഫോർമുല. ആ ഫോർമുല എന്താണ്? ജോർഡാൻ നദിയുടെ കിഴക്ക് ഇസ്രായേൽ, അതൊരു പരമാധികാര രാജ്യമായി ലോകം അംഗീകരിക്കണം. പടിഞ്ഞാറ് പലസ്തീൻ, അതിൻ്റെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഗസയും വെസ്റ്റ് ബാങ്കും. ഇതിൻ്റെ മൂന്നാമത് ഇവർക്ക് കൂടി പ്രിയപ്പെട്ട നാടാണ് ഇസ്രായേലിലെ ഒരു പള്ളി. ഏതാണ്? ജെറൂസലേം പള്ളി ക്രിസ്ത്യാനികൾക്കും പ്രിയപ്പെട്ടതാണ്, മുസ്ലിങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. ആ പള്ളിയിലാണല്ലോ പ്രവാചകൻ പോയി. അപ്പോൾ മാത്രമല്ല, ആദ്യകാലത്ത് ഇപ്പോൾ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുക. കഅബയാണ് ഞങ്ങൾ ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാന്നുള്ളത്. അത് മക്കയിലെ കഅബയുടെ ദിശയിലേക്കാണ്. കഅബ തുടങ്ങുന്നത് ദിവസത്തിൻ്റെ മുമ്പ് വരെ, അതായത് കഅബ ഒരു പ്രാർത്ഥനാ ലക്ഷ്യമായി, പ്രാർത്ഥനാ കേന്ദ്രമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലേമിലെ പള്ളിയായിരുന്നു പ്രാർത്ഥനയുടെ, മുസ്ലിങ്ങൾ പോലും പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 48-ലെ ഈ ഫോർമുല എന്താ വേണ്ടത്? ഇസ്രായേലിനെ അംഗീകരിക്കുക, പലസ്തീനെ അംഗീകരിക്കുക, 2 രാജ്യങ്ങളായി ലോകം അംഗീകരിക്കുക. ഇതായിരുന്നു ഫോർമുല. അത് അംഗീകരിക്കാതെ പോയത് ഇസ്രായേലല്ല. ഇസ്രായേൽ അംഗീകരിച്ചു, റൈറ്റ്, ഞങ്ങൾക്കത് മതി, 2 രാജ്യങ്ങളും സഹോദരങ്ങളായിട്ട് പെരുമാറുക. പ്ലസ് ഒന്നുകൂടി വന്നു, ജെറൂസലേം നോമാൻസ് ലാൻഡാണ്, ആരുടേതുമല്ല. ജെറൂസലേം കോമൺ ആണ്. ഏത് സെമിറ്റിക് മതത്തിൻ്റെയും ആളുകൾക്ക് ചെന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അവിടെ. നല്ല ഫോർമുലയല്ലേ അത്? അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാതിരുന്നത് അറബ് ലോകമാണ്, അംഗീകരിക്കാതിരുന്നത് ഫലസ്തീനാണ്. അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ അന്ന് മുതൽ ഇസ്രായേൽ ഉണ്ടായി, അവരൊരു രാജ്യം ഉണ്ടാക്കി, സൈന്യം ഉണ്ടാക്കി, അതിർത്തി ഉണ്ടാക്കി, പട്ടാളം ഉണ്ടാക്കി, അവർ ശാസ്ത്രീയമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി, അവരവിടെ വികസനം നടത്തി, അവർ സയൻസിൽ വളർന്നു, ആയുധ നിർമ്മാണത്തിൽ വളർന്നു, ലോകത്തിലെ വമ്പിച്ച ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞ 75 കൊല്ലം കൊണ്ട്. അതേസമയത്ത് പലസ്തീൻ രാജ്യമേ ഉണ്ടായില്ല. അവർക്ക് അതിരില്ല, പട്ടാളമില്ല, ഗവൺമെൻറ് ഇല്ല, ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരമില്ല. ആകെ അവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും തിരഞ്ഞെടുപ്പ് നടക്കും, ഫലസ്തീൻ ഫെഡറൽ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എന്താ ആർക്കും ഇപ്പം എന്തായി? ഇസ്രായേൽ വന്ന് അതിർത്തി നീക്കി. ഇപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 48-ൽ അറബ് ലോകത്ത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഫോർമുല അംഗീകരിക്കണമെന്ന് അറബ് രാജ്യങ്ങളോട് പറഞ്ഞ കുറ്റത്തിന് അയൽപക്കത്തെ 5 അറബ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. അവരെന്ത് കുറ്റം ചെയ്തു? ഐക്യരാഷ്ട്രസഭ. ഈ പ്രശ്നം ഏതെങ്കിലും കാലത്ത് തീരാനുള്ള സാധ്യത ഇങ്ങനെ പോയാലില്ല. പക്ഷേ ഇപ്പോൾ ഫോർമുല തീരാനൊരു വഴിയേ ഉള്ളൂ. യുദ്ധം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരാതെ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഫോർമുല അംഗീകരിക്കാത്തത് കൊണ്ടാണ് പിന്നെ തുടർച്ചയായിട്ട് യുദ്ധങ്ങളാണ്. ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടി അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു, തോറ്റുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ
യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത് നമ്മൾ യാതൊരു പ്രതീക്ഷയും വേണ്ട, നിൽക്കാൻ പോകുന്നില്ല. യുദ്ധം നിൽക്കാനെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഏതെങ്കിലും ഒന്ന് തീരണം. തീരാനുള്ള വഴി എന്താണെന്ന് അറിയാം. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേൽ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ നയം വളരെ കൃത്യമാണ്. ഇസ്രായേൽ പറഞ്ഞത് 48-ലെ ഫോർമുല അംഗീകരിക്കാതിരുന്നത് നമ്മളല്ലല്ലോ. അന്നു മുതൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ തീവ്രവാദികളും ഭീകരവാദികളുമായിട്ട് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെയാണല്ലോ. ജീവൻ്റെയും മാനത്തിൻ്റെയും സ്വത്തിൻ്റെയും ഭീഷണി നേരിടുന്നത് നമുക്കാണല്ലോ. അതുകൊണ്ട് ഇനി ആ ശല്യം എന്നേക്കുമായിട്ട് അവസാനിക്കണം എന്നാണ് അവരുടെ നയം. അതാണ് ഫിനിഷ് ദ ജോബ് എന്നൊരു പ്രയോഗമുണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. അത് ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ, തുടർച്ചയായിട്ട് തുടരുകയാണ്. ഇപ്പോഴും അത് തുടരും. അവർ പറയുന്നത് ഇപ്പോൾ ആരോടാ പൊരുതിക്കൊണ്ടിരിക്കുന്നത്? ഇറാനോട് പൊരുതുന്നു. പക്ഷേ അവർ എന്തുകൊണ്ടാണ് ഇറാനെ അവർ ആക്രമിക്കുക? നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇറാനെ നമ്മളെന്തിനാ ഇവരെന്തിനാ ആക്രമിക്കുന്നത്? ഇറാൻ ലോകത്തിനൊരു മുമ്പിലൊരു ഡിസൈൻ ഉണ്ടാക്കി. 1978-ലെ ഇറാനിൽ, അതുവരെ അവിടെ രാജഭരണമായിരുന്നു. അവിടെ ഇസ്ലാമിക ഭരണം വരുന്നത് 78-ലെ ആയത്തുള്ള ഖുമൈനിയാണ് നയിച്ച വിപ്ലവത്തോടു കൂടിയാണ്. അന്ന് ഖുമൈനി ഇവരൊരു ഡിസൈൻ ഉണ്ടാക്കി. ലോകത്ത് ചെകുത്താൻ്റെ അച്ചുതണ്ട് എന്ന് വിളിക്കാവുന്ന രാജ്യങ്ങൾ, ഒന്നാമത്തെ ചെകുത്താൻ അമേരിക്കയാണ്, 2 ഇസ്രായേലാണ്. അടുത്തത് കേട്ടാൽ നമ്മൾ കൂടി വളരെടുക്കും. ചെകുത്താൻ്റെ അച്ചുതണ്ടിൽ 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. നമ്മളും സൂക്ഷിച്ചിരിക്കണം എന്നർത്ഥം. ഉസാമ ബിൻ ലാദൻ്റെ കയ്യിൽ ഈ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ അമേരിക്കയെ ആക്രമിക്കുക, നമ്പർ 2 നിങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുക, നമ്പർ 3 ഇന്ത്യയെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ഈ 3 അച്ചുതണ്ടുകളാണ് ചെകുത്താൻ്റെ അച്ചുതണ്ട്. ഇത് തകർക്കണം എന്നാണ് ആരുടെ നയം? ഇറാൻ്റെ നയം. ഈ 3 രാജ്യങ്ങൾ അടങ്ങിയിരിക്കില്ല. 3 രാജ്യങ്ങളെ നേരിട്ട് പോയി ആക്രമിക്കുന്നതിന് പകരം അവരൊരു ഫോർമുല ഉണ്ടാക്കി. അതാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട്. എന്താ ഈ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്? ഭീകര പ്രസ്ഥാനങ്ങളെ ലോകത്തിലെ ഓരോരോ രാജ്യങ്ങളിൽ സൗകര്യപൂർവ്വം നട്ട് നനച്ച് വളർത്തുക. ലെബനോൺ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഉണ്ടാക്കുന്നു, യമൻ കേന്ദ്രീകരിച്ച് ഹൂത്തികളെ ഉണ്ടാക്കുന്നു, ഫലസ്തീനിലെ ഗാസയിൽ ഹമ്മാസിനെ ഉണ്ടാക്കുന്നത് ഇവരല്ല, അത് സുന്നി തീവ്രവാദികളാണ്. പക്ഷേ അവരെ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെയും ഇവരെ ഏറ്റെടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ നേരിട്ട് ഇത് മുഴുവൻ ഫണ്ട് ചെയ്യുന്ന ആരാണ്? ഇറാനാണ്. അതുകൊണ്ട് ഇസ്രായേൽ മനസ്സിലാക്കി ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആദ്യം അവർ ചെയ്തത് ഗസയെ രക്ഷിക്കാൻ ഹമ്മാസിനെ നേരിടാൻ തീരുമാനിച്ചു. ഹമ്മാസ് ആണെങ്കിൽ ഉള്ള ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന എവിടെ? ആശുപത്രിയിൽ, മാർക്കറ്റിൽ, പാവങ്ങളായ മനുഷ്യ കവചമാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. ആരെ കൊന്നിട്ടായിട്ടും വേണ്ടില്ല, അവരെ പിടിക്കും. അങ്ങനെയാണ് പിടിച്ചത്. കുറേ ഭീകരവാദികൾ പിടിച്ചു. പിന്നെ ആണ് ഗസയെ തന്നെ മോചിപ്പിക്കലാണ് ഇനി വഴി. അതാണ് 2ാമത്തെ വഴി. അതാണ് അവർ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിക്കൊള്ളുക, ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. 1. 2 അതിനൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക ഗസയെ. 3ാമത്തെ കാര്യം കൂടി നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ. ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി പുഴ കടത്തി അപ്പുറത്ത് മറ്റവർക്ക് വേണ്ടി കൊടുത്തു വെച്ചിരുന്ന വാക്കിലല്ലേ ഉള്ളൂ, ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫലസ്തീൻ കൂടി ജൂതരാജ്യമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ പൂർണ്ണമായിട്ട്. അതുകൊണ്ട് ഇനി ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഫലസ്തീൻ എന്നൊരു രാജ്യം ഇല്ലാതാകുന്നത് വരെ ഇത് തുടരും. അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ അവർക്കറിയാം ഇറാൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഇറാൻ അറിയാം ഈ അച്ചുതണ്ടിൽ ഒന്നാമൻ ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഇട്ട് കൊടുക്കണം. നേരെ പോയിട്ട് ബില്ലാദൻ ചെയ്തതുപോലെ പെൻറ്റഗൺ ആക്രമിക്കാൻ പോയില്ല. ഇവർ പ്രാവശ്യം ചെയ്ത പണി എന്താ അറിയോ? അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളുണ്ട്. ഖത്തറിലെ താവളം, ഇറാഖിലെ താവളം, അതുപോയി ആക്രമിച്ചു. അതോടുകൂടി അമേരിക്ക പേടിക്കല്ല, അമേരിക്ക അടങ്ങി. വലിയ നഷ്ടം വരും. കാരണം തൊട്ടടുത്താണേ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ മിസൈൽ വിട്ടാൽ പോലും അവിടെ അപകടം വരും. അപ്പോൾ അമേരിക്ക ട്രൂസിനിറങ്ങിയെന്ന് വെച്ചാൽ വെടിനിർത്തലിനിറങ്ങി. അമേരിക്ക ഇറങ്ങിയപ്പോഴും ഇസ്രായേൽ പറഞ്ഞു അത് അമേരിക്കയുടെ കാര്യം, ഞങ്ങൾക്ക് സമാധാനം വരുന്നവരെ ഞങ്ങൾ നിർത്തില്ല. ഇനി ഇറാൻ എന്താ സ്ഥിതി? ഇറാൻ ലോകത്തോട് പ്രതിജ്ഞ എടുത്തത് 1978-ലെ വിപ്ലവത്തിന് ശേഷം ഇമാം ആയത്തുള്ള ഖുമൈനി ലോകത്തോട് പറഞ്ഞതാണ് ഈ ചെകുത്താന്മാരെ അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. അടങ്ങാൻ പറ്റുമോ? അവസാനത്തെ ഈ ഷിയ തീവ്രവാദികളും ചാവേറായി തീരുന്നത് വരെ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്ലസ് വേറൊന്നുകൂടി കൂട്ടത്തിലുണ്ട്. അപ്പുറത്ത് ഒരു വലിയൊരു അപകടം കൂടിയുണ്ട്. ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായി
കാരണം 75 കൊല്ലമായി യുദ്ധം, എത്ര തലമുറയായി യുദ്ധം തുടങ്ങിയിട്ട്. എപ്പോഴെങ്കിലും ആ രാജ്യത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ പ്രശ്നം, അവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നം, വികസന പ്രശ്നം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, ഇത് നോക്കാനേ ഗവൺമെൻറ് നേരം കിട്ടിയിട്ടില്ല, ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെതിരാണ് ജനങ്ങൾ. വലിയ കലാപം നെതന്യാഹുവിനെതിരായി നടക്കുന്നുണ്ട്, ഏതുപോലെ അമേരിക്കയിൽ ട്രംപിനെതിരായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള നാനാവിധമായ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഈ ഏകപക്ഷീയമായി യുദ്ധങ്ങളൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആർക്കും അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് തിരിച്ച് നടക്കാനാകാത്തൊരു വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് മുന്നേറി പോയിട്ട് നടക്കാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വഴി ഉണ്ടാവില്ല പുറകിലേ. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സ്ഥിതി. ഇതാണ് സമാധാനം പുലരട്ടെ അല്ലേ മാഷേ? പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇന്ത്യക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ ചെയ്യുന്നത് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇന്ത്യ പലസ്തീനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മാർഗം ഇതല്ല, അന്താരാഷ്ട്ര വേദിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സമാധാനപൂർവ്വം ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. ഇസ്രായേലിന് വേണ്ടി ഈ പലസ്തീന് വേണ്ടി പലപ്പോഴും UN ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്, പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലല്ല കാര്യം. അപ്പം അതുകൊണ്ട് നമുക്കിത് കണ്ടു നിൽക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ കഴിയൂ.